ുള്ള 3 ജഡ്ജിമാരുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുല്ലോ. റോഹൻ നരിമാൻ എന്താണ് പറഞ്ഞത്, DY ചന്ദ്രചൂഡ് എന്താണ് പറഞ്ഞത്, ഖാൻവിൽക്കർ എന്താണ് പറഞ്ഞത്, ഇത് വളരെ വളരെ വ്യക്തമാണ്. അതിൽ ഒരു ദീപക് മിശ്രയുടെ പ്രശ്നമല്ലല്ലോ ഇത്. അഭിലാഷിന് കോടതി ഇലക്ഷൻ വരില്ല. എനിക്ക് കോടതി ഇലക്ഷൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒരു കാര്യവുമില്ലാതെ ഒരു വ്യക്തിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക എന്നുള്ളത് എങ്ങനെയാണ് ഒരു ചർച്ചയിൽ അനുവദിക്കാൻ കഴിയുക? അതൊന്നും പറ്റില്ല. ഇപ്പോ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ താങ്കൾക്ക് ജഡ്ജ്മെന്റിനെ വിമർശിക്കാം. പക്ഷേ ജഡ്ജ്മെന്റ് ഇഷ്ടമുള്ളത് പ്രകാരമല്ല എങ്കിൽ എങ്ങനെയാണ് ജഡ്ജിയെ വ്യക്തിഹത്യ ചെയ്യുക? അത് ശരിയല്ലല്ലോ, അത് പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഇടപെടുന്നത്. താങ്കൾ സംസാരിക്കുന്നത് തടയുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് താങ്കളോട് അസഹിഷ്ണുത ഉള്ളത് കൊണ്ടല്ല. ഒരു വിധി പറഞ്ഞ ജഡ്ജിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നത് ശരിയല്ല, അത് അധാർമികമാണ്. അതുകൊണ്ടാണ് അതിൽ ഇടപെടുന്നത്. അഭിലാഷ് എന്ന് പറയുന്ന ഇന്നത്തെ ഏറ്റവും നല്ല ആങ്കേഴ്സിൽ ഒരാളായാൽ ജേർണലിസം പഠിക്കുന്നതിന് മുമ്പ് പറഞ്ഞ ചാനൽ ചർച്ച ഇരിക്കുന്നതാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കാണുന്ന ചാനൽ ചർച്ചയെക്കാൾ കൂടുതൽ ഇംഗ്ലീഷും ഹിന്ദിയിലും മലയാളത്തിലും ചാനൽ ചർച്ച എടുത്തിട്ടുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. എനിക്ക് ചാനൽ ചർച്ചയിൽ എന്തൊക്കെ പറയാതിരിക്കാവുന്ന കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ എന്റെ ചർച്ചയിൽ എന്തൊക്കെ അനുവദിക്കും അനുവദിക്കാതിരിക്കും എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. എന്തായാലും ചീഫ് ജസ്റ്റിസിനെ ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ താങ്കളെ അനുവദിക്കില്ല. താങ്കൾ ഇനിയിപ്പോ ഏതൊക്കെ അന്താരാഷ്ട്ര ചാനലിൽ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാലും ആരെയും വ്യക്തിഹത്യ നടത്താനുള്ള അനുവാദം എന്റെ പക്ഷത്തൊന്നും ഉണ്ടാകില്ല. എന്റെ ചർച്ചയിൽ എന്തൊക്കെ നടക്കണം എന്തൊക്കെ നടക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. എന്റെ അഭിലാഷയെ ഒരു വരി പറയട്ടെ. പറയൂ.